ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ജീവ വചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അവസരം കണ്ടെത്തി ഉപയോഗിക്കുക, അവസരം കൊടുക്കുക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസി അവൻ ഭൂമിയുടെ പരപ്പിൽ അവന് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കേണ്ടവനാണ്. വിശ്വാസി എന്ന് മാത്രമല്ല, ഏതൊരു മനുഷ്യനും അവൻ്റെ മുൻപിൽ ലഭിക്കുന്ന അവസരങ്ങൾ, ദൈവം അവന് കൊടുക്കുന്ന അവസരങ്ങൾ അവൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നാം ഓരോരുത്തരും ദൈവത്താൽ അവസരം ലഭിച്ചവരാണ്. നമുക്ക് ദൈവം തന്ന അവസരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആത്മാവുള്ള മനുഷ്യനായി ഈ ഭൂമിയിലിരിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് ഓർത്ത് ഹൃദയംഗമായി സ്തോത്രം പറയാൻ ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരും. ആത്മാവുള്ളൊരു മനുഷ്യനായി ഭൂമിയുടെ പരപ്പിൽ ജനിക്കുവാൻ, ജീവിക്കുവാൻ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. ആ അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അവസരം ലഭിച്ചതാണ് എന്ന് ബോധ്യമുള്ളവർ തുടർന്നും തങ്ങൾ ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ട ധാരാളം അവസരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ തിരിച്ചറിവിൽ നിന്ന് നാം ഉണ്ടാക്കിയെടുക്കേണ്ട അവസരങ്ങളുമുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അവൻ ദൈവപ്രസാദമുള്ളവനായി തീരും. അവൻ ദൈവ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവനുമായിരിക്കും.
പ്രിയരെ, അവസരം കിട്ടും പോലെ എന്നതിൻ്റെ അർത്ഥം സമയം വരുമ്പോൾ എന്നല്ല, സമയം കണ്ടെത്തി നന്മ ചെയ്യണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അവസരം കണ്ടെത്തുക. അവസരം എന്നതിന് തക്ക സമയം എന്നൊരു അർത്ഥവും കൂടി വ്യാഖ്യാനിക്കുവാൻ പറ്റും. അവസരം നാം കണ്ടെത്തുകയാണ്. അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കുകയുമില്ല എന്ന് വ്യക്തമായി തിരിച്ചറിയുക. അവസരം കണ്ടെത്തി അത് ദൈവപ്രസാദത്തിനായും ദൈവനാമ മഹത്വത്തിനായും ഉപയോഗിക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നാം അവസരം ഉപയോഗിക്കുമ്പോൾ തന്നെ നാം അവസരം കൊടുക്കുകയും കൂടി ചെയ്യുകയാണ്. ആർക്കാണ് നാം അവസരം കൊടുക്കുന്നത്? അത് നാം ദൈവം നമ്മിൽ പ്രസാദിക്കാനുള്ള, ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനുള്ള, ദൈവം നമുക്ക് ആവശ്യമാകുന്ന കൃപ പകരുവാനുള്ള, ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ പകരുവാനുള്ള അവസരം കൊടുക്കലും കൂടിയാണ് എന്ന് എത്ര പേർക്കറിയാം? നാം ദൈവത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ആനന്ദം, അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ളവരാണ് എല്ലാ മനുഷ്യരും. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ആനന്ദം, അനുഗ്രഹമൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പ്രിയരെ, അലസരായി നാം കഴിഞ്ഞാൽ, ഉദാസീനരായി നാം നമ്മുടെ ജീവിത നിലവാരം പുലർത്തിയാൽ, നാം ഉദാസീനരായി ജീവിച്ചാൽ ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതുണ്ടാകുവാൻ നാം അവസരങ്ങൾ ഉണ്ടാക്കണം. അപ്രകാരം അവസരങ്ങൾ നാം സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അവസരം എന്നതിന് അനുയോജ്യമായ കാലം എന്നും അനുയോജ്യമായ സന്ദർഭം എന്നും കൂടി അർത്ഥതലങ്ങളുണ്ട്. സൃഷ്ടികളിൽ എല്ലാം തന്നെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവയാണ്. നമുക്കറിയാം, ഒരു റോസാച്ചെടിയുടെ ധർമ്മം അതിൽ നിന്നും നിറവും മണവും ഭംഗിയുമുള്ള റോസാപ്പൂവ് ഉളവാക്കുക എന്നതാണ്. ആ ചെടി താൻ പൂവിടുന്ന കാലത്തിനു വേണ്ടി, അനുയോജ്യമായ സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് പൂവിടുവാൻ വേണ്ടിയുള്ള ഒരു വളർച്ചയും തക്ക സമയവും അതിനുണ്ട്. അതിനു വേണ്ടിയുള്ള വളർച്ചയിലേക്ക് അത് എത്തുകയാണ്. അനുയോജ്യമായ സന്ദർഭത്തിൽ അതിനുള്ള അവസരം അത് ഉപയോഗിക്കുന്നു, അത് പൂവിടർത്തുന്നു. പൂവിട്ടതിൽ കൂടി അത് ഒരു ഉടമസ്ഥൻ അവസരം കൊടുക്കുകയാണ്. തൻ്റെ പൂവിൻ്റെ ഭംഗിയും നിറവും മണവും ആസ്വദിക്കുവാൻ ആ ചെടി തൻ്റെ യജമാനന് അവസരം കൊടുക്കുന്നു. യജമാനനും ആ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. താൻ നട്ടു വളർത്തി വെള്ളവും വളവും യഥാസമയം കൊടുത്ത് വളർത്തിയ ആ ചെടി മനോഹരമായ പൂ ഉണ്ടാകുകയും അതിനെ മണവും നിറവും ഭംഗിയും ഒക്കെയുള്ളതും അതിനു മുഴുവനുമായുള്ള മനോഹാരിതയും ആസ്വദിച്ച് സന്തോഷിക്കുവാൻ യജമാനന് താൻ തൻ്റെ സമയം, അതിനുവേണ്ടിയുള്ള സമയം കാത്തിരിക്കുകയായിരുന്നു. യജമാനൻ തൻ്റെ അവസരം ഉപയോഗിച്ചു, പൂവിൻ്റെ മനോഹാരിത ആസ്വദിച്ചു. ആ ചെടിയെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് വീണ്ടും കരുതി നനച്ച് തലോടി തൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു. അത് വീണ്ടും ആ ചെടിക്ക് കിട്ടിയ അവസരമായിരുന്നു. പ്രിയരെ, ഇങ്ങനെയല്ലേ നമ്മുടെ സ്നേഹവാനായ ദൈവവും നമ്മോട് ചെയ്യുന്നത്? നമുക്കവൻ അവസരം തന്നു. ആ അവസരം നാം സന്തോഷത്തോടെ ഉപയോഗിച്ച് നമ്മുടെ യജമാനനായ, നമ്മുടെ പിതാവായ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, പ്രസാദിപ്പിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് പ്രിയരെ നമ്മുടെ ധർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞു വേണം ഭൂമിയുടെ പരപ്പിലെ നമ്മുടെ ജീവിതത്തിൻ്റെ നാൾവഴികളിൽ ഓരോ ദിവസവും നാം മുന്നേറുവാൻ. അതുമൂലം സ്നേഹവാനായ ദൈവം വീണ്ടും വീണ്ടും നമ്മെ പരിപാലിക്കുകയും കരുതുകയും ചെയ്യുവാൻ നാം അവസരം സൃഷ്ടിക്കുകയാണ് എന്നറിഞ്ഞ് ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ ചെയ്യുക. അവസരം കണ്ടെത്തി നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മുടെ അവസരം നാം കണ്ടെത്തി ഉപയോഗിക്കുക. കൂടപ്പിറപ്പുകളെ,
നമുക്ക് മുൻപിലുള്ള നമുക്ക് അനുവദിച്ച സമയം വേഗം തീർന്നു എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ നമ്മുടെ സമയം വളരെ താമസിച്ചു പോയി എന്നും വരാം. ആകയാൽ നാം ചെയ്യേണ്ടത് അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക, അവസരങ്ങൾ കണ്ടെത്തുക, അവസരം ഉപയോഗിക്കുക, അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അതിന് സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് ഏതു സമയവും നമ്മളെ സഹായിക്കുവാൻ സദാ സന്നദ്ധനാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമറിഞ്ഞ് നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ഇപ്രകാരം റോസാ ചെടി അത് വളർന്ന് പൂവിട്ട് അത് യജമാനനെ സന്തോഷിപ്പിച്ചതുപോലെ നമ്മുടെ സർവശക്തനാകുന്ന പിതാവാം ദൈവത്തെ, നമ്മുടെ യജമാനനെ നമുക്ക് സന്തോഷിപ്പിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആലോചന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവശക്തനായ ദൈവം പകർന്നു തന്നല്ലോ. ഈ വചനം ഞങ്ങൾ വായിച്ചു, ധ്യാനിച്ചു. ഞങ്ങൾ ഈ കേട്ട വചനത്തിൻ്റെ, ഞങ്ങൾ ധ്യാനിച്ച ആ ചിന്തയുടെ വെളിച്ചത്തിൽ ഞങ്ങൾ അവസരം കണ്ടെത്തുവാനും അവസരം ഉപയോഗിക്കുവാനും അവസരം കൊടുക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങളുടെ ദിവസങ്ങളെ പാഴാക്കി കളയാൻ, ഞങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ഒരിക്കലും ഞങ്ങൾക്കിടയാകരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലയെ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Hello.